പ്രിയ സഹോദരങ്ങളെ, പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഫേസ്യർ 1:10 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമായ സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേരേണ്ടതിന് അവൻ്റെ പദ്ധതിയുടെ പൂർണ്ണതയെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ മഹത്തായ പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളും ഞാനും. എന്നാൽ ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുകയും പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു എന്നത് എത്ര വലിയൊരു സത്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, പേര് ചൊല്ലി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇത് കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവിക ഉറപ്പാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചുറ്റുവട്ടത്ത് ആരുമില്ലാതിരിക്കുമ്പോൾ തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മുടെ പേര് ആരോ ഉറച്ച ശബ്ദത്തിൽ വിളിക്കുന്നതായി നമുക്ക് തോന്നാം. നമുക്ക് മാനസിക വിഭ്രാന്തിയോ മറ്റ് അസുഖങ്ങളോ ഇല്ലെന്ന് ഉറപ്പുള്ളപ്പോഴും ആ വിളി നമ്മുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടാക്കുകയും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അത്തരം നിമിഷങ്ങളിൽ അത് നമ്മെ വ്യക്തിപരമായി അറിയുന്ന, നമ്മിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യമായി ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം ഒറ്റപ്പെട്ടു പോകുന്നുവെന്ന് തോന്നുമ്പോൾ ദൈവം നമ്മെ തൻ്റെ അനന്തമായ സ്നേഹത്താൽ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന ഓർമ്മ നമ്മെ ബലപ്പെടുത്തണം. അവിടുത്തെ വിളി കേൾക്കാൻ നമ്മുടെ ഹൃദയം സജ്ജമാണോ എന്നതാണ് പ്രധാന ചോദ്യം. ഈ വിളി നമ്മെ അവിടുത്തെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം നമ്മെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിച്ചത്. അവൻ്റെ മഹത്വത്തിനായി ജീവിക്കാനുള്ള ആഹ്വാനമാണ് ആ വിളി. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വെറും യാദൃശ്ചികമല്ല. ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മൾ എത്ര ചെറുതാണെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ ഓരോരുത്തരും അമൂല്യരാണ്. ഹീ കോൾഡ് യു ആൻഡ് ഐ പ്രഷ്യസ്. അവൻ്റെ സ്നേഹം വ്യവസ്ഥാപിതമല്ല, അത് നിരുപാധികമാണ്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ പോലും അവൻ നമ്മെ സ്നേഹിച്ചു. ഈ സ്നേഹത്തിലേക്കുള്ള മറുപടിയാണ് നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള യാത്ര. ദൈവം നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നത് നമ്മെ തൻ്റെ മക്കളാക്കാനാണ്. പ്രിയ സഹോദര സഹോദരി, എന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചുറ്റും ആരുമില്ലാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടിക്കാലത്ത് നിങ്ങളുടെ പേര് ആരോ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ അനുഭവങ്ങൾ.